അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു സനാസ് വ്ലോഗ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കല്ലായി പോയി ഇവനെ കാണാണ്ടായിരുന്നു. ഇവനെ കാണലായിരുന്നു ഫസ്റ്റത്തെ ലക്ഷ്യം. അവൻ്റെ ഇടയിൽ കല്യാണത്തിനൊക്കെ പോയി ഒരു മഴയൊക്കെ കൊണ്ട് നേരെ ഹിതയുടെ വീട്ടിലെത്തി. ഹിതയുടെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ രാത്രി സ്ഥിരം പരിപാടി പുറത്ത് പോവുക, ഫുഡ് കഴിക്കുക. അപ്പോൾ അവനെ കണ്ടത് പെട്ടെന്ന് വരേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് നല്ല ഉണ്ടായിരുന്നു. ഞാൻ ഇത്ര പെട്ടെന്ന് അവൻ്റെ അടുത്ത് നിന്ന് വരേണ്ടിയായിരുന്നു വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ ആ ഒരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ഥിരം നമ്മൾ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയി. ഇപ്രാവശ്യം നമ്മൾ ബീച്ചിൻ്റെ അടുത്തായിരുന്നു പോയത്. കാരണം ബീച്ചിൽ പോകാമെന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ബീച്ചിലെത്തി. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് കല്യാണമുണ്ട്. അതൊക്കെ പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഹിത പിന്നെ ഞങ്ങൾക്ക് 2 അനിയത്തികളും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത് പിന്നെ അവിടെ നിന്ന് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി വീട്ടിലെത്തി. നേരെ വീട്ടിൽ പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് കല്യാണത്തിന് പോയോണ്ടിരിക്കുന്നത്. നല്ല ആളായിരുന്നു കല്യാണം. ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല ചൂടുണ്ടായിരുന്നു. മഴയെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, നല്ല ചൂടായിരുന്നു. നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഫ്രണ്ട്സിനെല്ലാവരെയും കണ്ട്. കാരണം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. അതിനെക്കൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു കുറച്ച് പേരൊക്കെ ഉണ്ട്, കുറച്ച് പേരൊന്നും ഇല്ല. എന്നാലും പക്ഷേ എല്ലാവരൊക്കെ പിന്നെയും കാണാമല്ലോ വിചാരിച്ച്. പിന്നെ ഞാൻ വേഗം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. കാരണം എനിക്ക് 4:10 ട്രെയിൻ. അപ്പോൾ അന്ന് തന്നെ വീട്ടിൽ ഞാൻ തലേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനെ കൊണ്ട് അന്ന് തന്നെ വീട്ടിലെത്തണം എന്നുള്ളൊരു ഇതിൽ വേഗം അവിടെ നിന്ന് ഇറങ്ങി. ബട്ട് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ബസ്സിൻ്റെ ടയറൊന്ന് പൊട്ടി. അപ്പോൾ ഹിതയുടെ വീട്ടിൽ നിന്ന് ലഗേജ് എടുത്തിട്ട് വേണം എനിക്ക് റെയിൽവേയിൽ പോകാണ്ടായിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല. പിന്നെ നെക്സ്റ്റ് ഡേ പോവാം എന്നുള്ളൊരിതായി. ഇത് കുറച്ചും കൂടി ഹാപ്പി, ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു മഴയൊക്കെ കൂട്ടി ഞങ്ങൾ നേരെ വീട്ടിൽ വീട്ടിൽ പോയി സ്ഥിരം പരിപാടി. ഞങ്ങൾ നൈറ്റായി ഫുഡ് കഴിക്കാൻ പുറത്തു പോയി. മഴ പ്ലസ് മന്തി, നല്ല ഒരു വൈബല്ലേ. ഞങ്ങൾ മന്തിയായി കഴിച്ച്. അപ്പോഴൊരു സങ്കടം ഉണ്ടായിരുന്നു, പിറ്റേ ദിവസം രാവിലെ പോകണം. ഇതൊക്കെ ഇനി എപ്പോഴാണ് കാണുക എന്നുള്ളതൊന്നും അറിയാത്തതിനെ കൊണ്ട് ആ ഒരു സങ്കടം ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് രാവിലെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി. രാവിലെ നേരത്തെ എണീക്കേണ്ടിയല്ലേ. അപ്പോൾ അങ്ങനെ വേഗം ഇറങ്ങി. അപ്പോൾ ഞാൻ കാലിക്കറ്റ് റെയിൽവേയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കാലിക്കറ്റ് 2 ഡേയ്സ് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലാണ്. അതിലേക്കും ബൈ.